നമസ്കാരം, പ്രവാസികളെ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിലെ ഡ്രൈവർമാർ, പ്രത്യേകിച്ച് പുതിയതായി വാഹനം ഓടിക്കുന്നവരും പുതിയതായി ലൈസൻസ് ലഭിച്ചവരും പുതിയതായി വാഹനം മേടിച്ച് അല്ലെങ്കിൽ കാറുകളും SUV വാഹനങ്ങളും ഒക്കെ വാങ്ങി നല്ല അടിപൊളിയായി വാഹനം ഓടിക്കുന്നവർ ഒക്കെ തന്നെ ശ്രദ്ധിക്കുക. ജൂലൈ 1 മുതൽ ട്രാഫിക് നിയമങ്ങളിൽ വൻ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. ലൈസൻസ് പോയിന്റ് കച്ചവടം ഇനി ക്രിമിനൽ കുറ്റമാകും. ടിക്കറ്റ് വരാനുള്ള കാലാവധി ഇരട്ടിയാക്കും. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ, ജർമ്മനിയിൽ വാഹനം ഓടിക്കുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന നിയമമാറ്റങ്ങൾ ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. അമിത വേഗതയ്ക്കും മറ്റ് ട്രാഫിക് നിയമ ലംഘനങ്ങൾക്കും ലഭിക്കുന്ന ലൈസൻസ് പോയിന്റുകൾ പണം നൽകി മറ്റുള്ളവരുടെ പേരിലേക്ക് മാറ്റുന്ന ജർമ്മനിയിലെ കുപ്രസിദ്ധമായ നിയമ ലൂപ്പ് ഹോൾ പുതിയ ഭേദഗതിയോടെ പൂർണ്ണമായി അടച്ചുപൂട്ടുകയാണ്. ജർമ്മൻ പാർലമെന്റ് പാസാക്കിയ പുതിയ റോഡ് ട്രാഫിക് പാക്കേജിലെ പ്രധാന മാറ്റങ്ങളാണ് ഇനി പറയുന്നത്. ഫ്ലെൻസ്ബുർഗ് പോയിന്റ് കച്ചവടം ഇനി നിയമവിരുദ്ധമാകും. ഇതിന്റെ പിഴയോ 30,000 യൂറോയാണ്. ജർമ്മനിയിൽ ട്രാഫിക് നിയമലംഘനം നടത്തുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിനൊപ്പം ഫ്ലെൻസ്ബുർഗ് പോയിന്റുകളും, അതായത് പുങ്ക്റ്റ് ഇൻ ഫ്ലെൻസ്ബുർഗ് ലഭിക്കാറുണ്ട്. ഈ പോയിന്റുകൾ 8 ആയാൽ ലൈസൻസ് റദ്ദാകും. എന്നാൽ ഇതുവരെ നടന്നത്, ലൈസൻസ് നഷ്ടപ്പെടുമെന്ന ഘട്ടത്തിൽ ജർമ്മനിയിലെ ചില പ്രമുഖ ബ്രോക്കറേജ് ഏജൻസികൾ വഴി പണം നൽകി, അതായത് ഫീസും പിഴയും കൊടുത്ത് ഈ പോയിന്റുകൾ സ്വന്തം പേരിൽ നിന്ന് മാറ്റി മറ്റാരുടെയെങ്കിലും പേരിലേക്ക് എഴുതി വയ്ക്കുന്ന ഒരു ബിസിനസ് രീതി ജർമ്മനിയിൽ നിലനിന്നിരുന്നു. സ്പീഡിംഗ് എന്നത് ജർമ്മൻ നിയമപ്രകാരം വെറുമൊരു അഡ്മിനിസ്ട്രേറ്റീവ് കുറ്റമായതിനാൽ ഇതിനെതിരെ കോടതികൾക്ക് മുൻപ് കർശന നടപടിയെടുക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ജൂലൈ 1 മുതൽ ഈ നിയമവിരുദ്ധ പോയിന്റ് കൈമാറ്റം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. അധികാരികൾക്ക് മുന്നിൽ തെറ്റായ വിവരങ്ങൾ നൽകുന്ന ഡ്രൈവർമാർക്കും ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഏജൻസികൾക്കും 30,000 യൂറോ വരെയാണ്, അല്ലെങ്കിൽ വൻ പിഴയോ കടുത്ത ശിക്ഷയോ ആണ് പുതിയ നിയമപ്രകാരം ലഭിക്കുക. അതേസമയം ഫൈൻ ടിക്കറ്റ് വരാനുള്ള സമയപരിധി ഇരട്ടിയാക്കി, അതായത് 6 മാസമാക്കി. വാഹനം ഓടിക്കുന്ന ആരായാലും ജർമ്മനിയിൽ എവിടെയെങ്കിലും വെച്ച് അമിത വേഗതയ്ക്ക് ക്യാമറയിൽ പെടുകയോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായി പാർക്ക് ചെയ്യുകയോ ചെയ്താൽ അതിന്റെ പിഴച്ചീട്ട് തപാലിൽ വീട്ടിലെത്തുന്നതിനുള്ള സമയപരിധിയാണ് നീട്ടിയിരിക്കുന്നത്. മുൻപ് നിയമലംഘനം നടന്ന 3 മാസത്തിനുള്ളിൽ ടിക്കറ്റ് വന്നില്ലെങ്കിൽ ആ പിഴയിൽ നിന്നും ഡ്രൈവർമാർക്ക് രക്ഷപ്പെടാമായിരുന്നു, അതായത് ലിമിറ്റേഷൻ പീരീഡ് എന്ന പഴുതിലൂടെ. എന്നാൽ ജൂലൈ 1 മുതൽ ഈ കാലാവധി 3 മാസത്തിൽ നിന്നും 6 മാസമായി, അതായത് ഇരട്ടിയാക്കി. അതായത് ക്യാമറയിൽപ്പെട്ട് 6 മാസം കഴിയുന്നത് വരെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പിഴച്ചീട്ട് വീട്ടിൽ വരാം. അതുപോലെ തന്നെ നിയമവിരുദ്ധ പാർക്കിംഗ് പിടിക്കാൻ സ്കാൻ കാറുകൾ, നഗരങ്ങളിലെ തെറ്റായ പാർക്കിംഗും അനധികൃത പാർക്കിംഗും ഡിജിറ്റലായി നിരീക്ഷിക്കാൻ മുനിസിപ്പാലിറ്റികൾക്ക് പുതിയ അധികാരം നൽകി. ഇതിനായി പ്രത്യേക ക്യാമറകളും സെൻസറുകളുമുള്ള സ്കാൻ കാറുകൾ റോഡിലിറങ്ങും. ഈ കാറുകൾ പോകുന്ന വഴിയിലൂടെ വാഹനങ്ങൾ നമ്പർ പ്ലേറ്റുകൾ ഓട്ടോമാറ്റിക്കായി സ്കാൻ ചെയ്യുകയും പാർക്കിംഗ് ഫീസ് അടയ്ക്കാത്തവയും തെറ്റായി പാർക്ക് ചെയ്തവയുമായ വാഹനങ്ങളെ ഉടനടി തിരിച്ചറിഞ്ഞ് ഡിജിറ്റലായി പിഴ രേഖപ്പെടുത്തുകയും ചെയ്യും. അത് മാത്രമല്ല, ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസും വരുന്നുണ്ട്. ജർമ്മനിയിലെ ഡ്രൈവർമാർക്ക് പുതിയൊരു ആശ്വാസ വാർത്തയാണ് ഇത്. ഈ വർഷം അവസാനത്തോടെ ജർമ്മനിയിൽ പൂർണ്ണ സജ്ജമായ ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് നിലവിൽ വരും. ഡ്രൈവർമാർക്ക് തങ്ങളുടെ സ്മാർട്ട് ഫോൺ ആപ്പ് വഴി ലൈസൻസ് സൂക്ഷിക്കാനും പരിശോധനാ സമയത്ത് കാണിക്കാനും സാധിക്കും. ഇതോടെ പ്ലാസ്റ്റിക് ലൈസൻസ് കാർഡുകൾ എപ്പോഴും കയ്യിൽ കരുതേണ്ട ആവശ്യം ഇല്ലാതാവും. എങ്കിലും നിലവിലുള്ള പ്ലാസ്റ്റിക് കാർഡുകൾ പൂർണ്ണമായും സാധുവായി തുടരും. ജർമ്മനിയിൽ വാഹനം ഉപയോഗിക്കുന്ന പ്രവാസി മലയാളികൾ അമിത വേഗതയും പാർക്കിംഗ് നിയമങ്ങളും കൂടുതൽ കർശനമായി പാലിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ, അതായത് ജൂലൈ 1 മുതൽ പിഴയും അതുപോലെ തന്നെ പോക്കറ്റ് ചോരുമെന്നും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ കാണുന്നവർ, പ്രത്യേകിച്ച് പുതിയതായി വാഹനം ഓടിക്കാൻ താല്പര്യപ്പെടുന്നവർ, ഞങ്ങളെ ഫോളോ ചെയ്യുന്നവർ, ഇത് തീർച്ചയായും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുത്താൽ ഒരുപക്ഷെ ധനനഷ്ടവും മാനഹാനിയും ഒഴിവാക്കാൻ സാധിക്കും. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം ജർമ്മനിയുടെ ചരിത്രത്തിൽ ആദ്യമായി രാജ്യത്തെ ആകെ ജനസംഖ്യയിൽ കുറവ് രേഖപ്പെടുത്തിയതായി ജർമ്മൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ചൊവ്വാഴ്ച പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 2025 കണക്കുകൾ പൂർണ്ണമായി പുറത്തു വന്നപ്പോൾ രാജ്യത്തെ ജനസംഖ്യയിൽ 1,10,000 പേരുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. ഏകദേശം 0.13% ഇടിവ്. ഇതോടെ കഴിഞ്ഞ വർഷാവസാനത്തെ കണക്ക് പ്രകാരം ജർമ്മനിയിലെ ആകെ ജനസംഖ്യ 8.35 കോടിയായി ചുരുങ്ങി.
മരണനിരക്കിനേക്കാൾ കുറവാണ് ജനന നിരക്ക് എന്നതും വിദേശത്തു നിന്നും ജർമ്മനിയിലേക്ക് കുടിയേറുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടായ വൻ ഇടിവുമാണ് ഈ ജനസംഖ്യാ തകർച്ചയ്ക്ക് പ്രധാന കാരണം. 2025 ജർമ്മനിയിൽ ജനിച്ചവരെക്കാൾ 3,50,000 പേർ കൂടുതൽ മരണപ്പെട്ടു. ജർമ്മനിയുടെ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന ജനനനിരക്കാണ് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത്. സാധാരണയായി ജർമ്മനിയിലെ കുറഞ്ഞ ജനനനിരക്കിനെ വിദേശ കുടിയേറ്റക്കാരുടെ വരവാണ് പരിഹരിക്കാറുള്ളത്. എന്നാൽ കഴിഞ്ഞ വർഷം 2,35,000 പേർ മാത്രമാണ് പുതുതായി ജർമ്മനിയിലേക്ക് കുടിയേറിയത്. ചാൻസലർ മെർസിന്റെ ഭരണകൂടം സ്വീകരിച്ച കടുത്ത കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ വിദേശ തൊഴിലാളികളുടെ വരവ് ഗണ്യമായി കുറയാൻ കാരണമായി. അതേസമയം ജർമ്മനിയിലെ 3 പ്രമുഖ സിറ്റികളായ ബെർലിൻ, ബ്രെമൻ, ഹാംബുർഗ് എന്നീ നഗരങ്ങളിൽ മാത്രമാണ് ജനസംഖ്യയിൽ നേരിയ വർധനവ് ഉണ്ടായത്. പുതിയ കണക്കുകൾ പ്രകാരം ജർമ്മനി അതിവേഗം ഒരു വയോജന രാജ്യമായി മാറുകയാണ്. 60-79 ഇടയിൽ പ്രായമുള്ളവരുടെ എണ്ണത്തിൽ 3,58,000 പേരുടെ വർധനവാണ് ഉണ്ടായത്. എന്നാൽ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ നികുതി വരുമാനം നൽകുന്ന 20-59 ഇടയിൽ പ്രായമുള്ള ജോലി ചെയ്യുന്നവരുടെ എണ്ണം 4,09,000 കുത്തനെ കുറയുകയും ചെയ്തു. വരും വർഷങ്ങളിൽ ജർമ്മനിയിലെ പെൻഷൻ ഫണ്ടുകളെയും സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങളെയും കടുത്ത പ്രതിസന്ധിയിലാക്കുന്നതാണ് സർക്കാർ പുറത്തുവിട്ട ഈ പുതിയ ജനസംഖ്യാ റിപ്പോർട്ട്. കടുത്ത ആഗോള ചർച്ചകളും വ്യാപാര തർക്കങ്ങളും പുകയുന്ന G7 ഉച്ചകോടി വേദിയിൽ കായിക നയതന്ത്രവുമായി ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഷ് മെർസ്. ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ജർമ്മനിയുടെ ഔദ്യോഗിക നാഷണൽ ഫുട്ബോൾ ടീമിന്റെ പ്രത്യേക ജേഴ്സിയാണ് ചാൻസലർ സമ്മാനമായി നൽകിയത്. ട്രംപിന്റെ പേരും ഒപ്പം അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റ് എന്ന പദവിയെ സൂചിപ്പിക്കുന്ന 47 എന്ന നമ്പറും രേഖപ്പെടുത്തിയതായിരുന്നു ജേഴ്സി. കഴിഞ്ഞ ഞായറാഴ്ച വൈറ്റ് ഹൌസിൽ 80ാം ജന്മദിനം വിപുലമായി ആഘോഷിച്ച ട്രംപിനുള്ള ജർമ്മനിയുടെ വൈകിയെത്തിയ ജന്മദിന സമ്മാനം കൂടിയായി ഈ ജേഴ്സി. ജർമ്മനിയിലെ ബ്രാൻഡൻബുർഗ് സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരമായ പോട്സ്ഡാമിനെ മുൾമുനയിലാഴ്ത്തി വീണ്ടും 2ാം ലോകമഹായുദ്ധകാലത്തെ മാരകമായ ബോംബ് കണ്ടെത്തി. നഗരമധ്യത്തിൽ കണ്ടെത്തിയ 250 കിലോഗ്രാം തൂക്കമുള്ള ബോംബ് നിർവീര്യമാക്കുന്നതിന്റെ ഭാഗമായി പ്രദേശത്ത് നിന്നും 6,500-ലധികം ജനങ്ങളെ അധികൃതർ അടിയന്തരമായി ഒഴിപ്പിച്ചു. ജർമ്മനിയിൽ ഇത്തരം പഴയ ബോംബുകൾ കണ്ടെത്തുന്നത് ഇന്നും ഒരു സ്ഥിരം സംഭവമാണ്. 2ാം ലോകമഹായുദ്ധത്തെ തുടർന്ന് ജർമ്മനിയുടെ മണ്ണിൽ ഏതാണ്ട് 20,000-ഓളം ബോംബുകൾ കാണപ്പെടാതെ കിടപ്പുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. വടക്കൻ ജർമ്മനിയിലെ ഷ്ലേസ്വിഗ് ഹോൾസ്റ്റൈൻ സംസ്ഥാനത്തുള്ള ക്രോപ്പ നഗരത്തിൽ ഫ്ളാറ്റ് സമുച്ചയത്തിലുണ്ടായ ശക്തമായ സ്ഫോടനത്തിലും തീപിടുത്തത്തിലും ഒരാൾ ദാരുണമായി കൊല്ലപ്പെട്ടു. ബിർക്കൻവേഗിലെ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. യൂറോപ്യൻ രാജ്യങ്ങൾ കുടിയേറ്റ നിയമങ്ങൾ കടുപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ വിപ്ലവാത്മകമായ നയവുമായി സ്പെയിൻ സർക്കാർ. രാജ്യത്തുള്ള അനധികൃത കുടിയേറ്റക്കാർക്ക് നിയമപരമായി താമസിക്കാനും ജോലി ചെയ്യാനുള്ള സെറ്റിൽമെന്റ് വിസ നൽകാനുള്ള പൊതുമാപ്പ് പദ്ധതിയിൽ അപേക്ഷിക്കാൻ ഇനി 2 ആഴ്ച കൂടി സമയം ബാക്കിയുണ്ട്. ആദ്യം 5 ലക്ഷം പേരെ ലക്ഷ്യമിട്ടാണ് പദ്ധതി ആരംഭിച്ചതെങ്കിലും പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കി ഇതുവരെ 9 ലക്ഷത്തിലധികം പേരാണ് അപേക്ഷ സമർപ്പിച്ചത്. അപേക്ഷ കാലാവധി തീരാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ ആകെ ഗുണഭോക്താക്കളുടെ എണ്ണം 10 ലക്ഷവും കടന്ന് 1.2 മില്യൺ വരെ എത്തിയേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഫ്രാൻസിലെ ഏവിയാനിലെ ബെയ്സനിൽ ലോക നേതാക്കൾ പങ്കെടുക്കുന്ന G7 ഉച്ചകോടി പുരോഗമിക്കവേ തൊട്ടടുത്ത സ്വിറ്റ്സർലൻഡ് അതിർത്തി നഗരമായ ജനീവയിൽ കടുത്ത അക്രമ സംഭവങ്ങളും പ്രതിഷേധങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു. ആഗോളവൽക്കരണത്തിനും G7 രാജ്യങ്ങളുടെ സാമ്പത്തിക യുദ്ധ നയങ്ങൾക്കുമെതിരെ തെരുവിലിറങ്ങിയ പ്രതിഷേധക്കാർ പോലീസുമായി കടുത്ത ഏറ്റുമുട്ടലിലാണ് കലാശിച്ചത്. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ച പുതിയ നിലപാടുകൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വൻ ജനശ്രദ്ധയാണ് നേടുന്നത്. ഉച്ചകോടിക്ക് മുമ്പ് യൂറോപ്യൻ രാജ്യങ്ങളോട് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരുന്ന ട്രംപ് സമ്മേളന വേദിയിൽ ഉക്രൈന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് കടുത്ത മുന്നറിയിപ്പ് നൽകിയുമാണ് ലോക നേതാക്കളെ ഞെട്ടിച്ചത്. ഉക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട ട്രംപ് റഷ്യ ഉടനടി ഉക്രൈനുമായി ഒരു സമാധാന കരാറിൽ എത്തണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടു. റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ റഷ്യയുടെ എണ്ണ കയറ്റുമതിക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ വീണ്ടും ശക്തമാക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതിനുള്ള പൂർണ്ണ സജ്ജീകരണം അമേരിക്ക ഉടൻ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദത്തിന് മാത്രമേ പുടിനെ പിന്തിരിപ്പിക്കാൻ സാധിക്കൂവെന്ന് വ്യക്തമായി അറിയാവുന്ന G7 രാജ്യങ്ങൾക്ക് ട്രംപിന്റെ ഈ പുതിയ നീക്കം വലിയൊരു ആശ്വാസവും വിജയവുമായി മാറിയിരിക്കുകയാണ്. ഉച്ചകോടിയിൽ ട്രംപ് വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ കേൾക്കുകയും പൂർണ്ണമായും സഹകരിക്കുകയും ചെയ്തതായി ജർമ്മൻ ചാൻസലർ വ്യക്തമാക്കി. ട്രംപിന്റെ ഈ മാറ്റം
യൂറോപ്യൻ യൂണിയനും ഉക്രൈനും വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ കരുത്ത് പകരുമെന്നാണ് എല്ലാവരും കരുതുന്നത്. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി തുടങ്ങിയ ലോക നേതാക്കളോടൊപ്പമുള്ള ചിത്രങ്ങളാണ് പ്രധാനമന്ത്രി എക്സിൽ പങ്കുവച്ചത്. അതേസമയം G7 കൂട്ടായ്മയ്ക്ക് ഇനി ലോകത്തെ ഭരിക്കാനാവില്ലെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി പറഞ്ഞു. ലോകക്രമത്തിന്റെ പ്രതിഫലനമാണ് ഉച്ചകോടിയിലെ ഇന്ത്യയുടെ പങ്കാളിത്തമെന്നും അദ്ദേഹം അറിയിച്ചു. സ്ലോവാക്യയുടെ പരമോന്നത ദേശീയ ബഹുമതിയായ ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാട്ടിസ്ലാവയിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയാണ് പുരസ്കാരം കൈമാറിയത്. വിശിഷ്ട ബഹുമതിക്ക് സ്ലോവാക്യൻ പ്രസിഡന്റിനും ഗവൺമെന്റിനും ജനങ്ങൾക്കും പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവനിക്കെന്തിന് നാഥ എന്ന് പാടാൻ പഠിപ്പിച്ച സ്വർഗീയ ഗാനങ്ങളുടെ രചയിതാവായി അനശ്വരവും അനർഗളവുമായി തൂലിക ചലിപ്പിച്ച ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ഫാദർ മൈക്കിൾ പനച്ചിക്കൽ VC സ്വർഗീയ സമ്മാനത്തിനായി യാത്രയായി. സ്വർഗീയ സംഗീതത്തിന്റെ തീരങ്ങളിലേക്ക് ആ വരികളും ഈണങ്ങളും യാത്രയായി. വിൻസെൻഷൻ സഭയുടെ അനുഗ്രഹീത വൈദികനും പ്രശസ്ത ധ്യാന പ്രസംഗകനും അതിലുപരി മലയാള ക്രൈസ്തവ ഭക്തിഗാന രംഗത്ത് ഭക്തസാന്ദ്രമായ ഒരുപിടി വരികളും ഈണങ്ങളും സമ്മാനിച്ച അനുഗ്രഹീത കലാകാരനായ അതോടൊപ്പം രചയിതാവുമായ ഫാദർ മൈക്കിൾ പനച്ചിക്കൽ ഓർമ്മയായി. ഒരു ഗാന രചയിതാവ് എന്ന നിലയിൽ വരികളുടെ ആത്മാവ് തൊട്ടറിഞ്ഞ അച്ഛന്റെ വിയോഗം എന്നെ വ്യക്തിപരമായി ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. കേവലം വാക്കുകൾക്കപ്പുറം ദൈവസ്നേഹത്തിന്റെ ആഴവും പ്രത്യാശയും തന്റെ വരികളിലൂടെയും സംഗീതത്തിലൂടെയും വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് പകർന്നു നൽകാൻ അച്ഛന് സാധിച്ചിരുന്നു. എത്രയോ പേരുടെ ആത്മീയ ജീവിതത്തിന് അച്ഛന്റെ പ്രഭാഷണങ്ങളും ഗാനങ്ങളും വഴിവിളക്കായി മാറിയിട്ടുണ്ട്. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നിത്യത തീർക്കുന്ന നിമിഷങ്ങളിൽ ശ്യാമാംബരത്തിലെ സൗന്ദര്യമായി നീ, പിതാവേ അനന്ത നന്മയാകും തുടങ്ങി 700-ലധികം ഗാനങ്ങളുടെ രചയിതാവാണ് ഫാദർ മൈക്കിൾ പനച്ചിക്കൽ. 1974 ഡിസംബർ 19 വൈദികനായ ഫാദർ മൈക്കിൾ 5 പതിറ്റാണ്ടിലേറെ നീണ്ട പൗരോഹിത്യ ജീവിതത്തിലൂടെ ഇന്ത്യയിലും വിദേശത്തുമായി ആത്മീയ നവോത്ഥാന രംഗത്ത് പ്രവർത്തിച്ച വ്യക്തിയാണ്. അന്തീനാട് പനച്ചിക്കൽ പരേതരായ ദേവസ്യ ഏലി ദമ്പതികളുടെ മകനാണ്. അച്ഛന് 77 വയസ്സായിരുന്നു. തന്റെ ഭൗതികമായ ശുശ്രൂഷകൾ പൂർത്തിയാക്കി സ്വർഗീയ ഗായക സംഘത്തോടൊപ്പം ചേരാൻ യാത്രയായ പ്രിയ പനച്ചിക്കലച്ഛന് ആദരാഞ്ജലികളും അച്ഛന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രാർത്ഥനാപൂർവം പ്രണാമവും അർപ്പിക്കുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനൂടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.